ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ സുജാതെ, അതെ, ഹരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ രാമകൃഷ്ണേട്ടാ, നിത്യ ഫോൺ എടുത്തിട്ടില്ല. അവളുടെ ഫോൺ ഇവിടെയുണ്ട്. അല്ല, അവര് എവിടെയാ അവരെന്ന് അറിയില്ല. പിന്നെ തേടി പോയിരിക്കുന്നവനെ അറിയാലോ, ഒന്നും ചെയ്യാൻ മടിക്കാത്തവനാ. എന്നോട് കുറെ ബഹളം വെച്ചു, ഞാനും കുറെ സംസാരിച്ചു. അല്ല, ബഹളത്തിന് ഇവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. മുറി തുറന്ന് പരിശോധനയൊക്കെ ഉണ്ടായി. സുജാതെ, ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് ഇതിനൊക്കെ കൂട്ടുനിൽക്കാനായി രഘു വരുന്നു എന്നുള്ളതാ. രഘുവേട്ടനെ കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല രാമകൃഷ്ണേട്ട. ദൈവങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോ നമ്മള് വല്ലാതങ്ങ് തളർന്നു പോയില്ലേ? അതുപോലൊരവസ്ഥയാണ് രഘുവേട്ടന്റെ കാര്യത്തില്. രഘുവേട്ടൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റാരെ കൊണ്ടും സാധിക്കില്ലെന്ന് ഉള്ളിലൊരു അഹങ്കാരം കൊണ്ട് നടന്നിരുന്നു ഞാൻ. ഇപ്പൊ അത് അങ്ങനെ തന്നെയായി. ആർക്കും പറ്റില്ല ഇത്രയും തരം താഴാൻ. അല്ല സുജാതെ, ചാകാൻ വരെ തോന്നി എനിക്ക്. അയ്യോ, അത് രഘുവേട്ടനെ എനിക്ക് എന്റെ കൺമുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ അത് ചെയ്യാത്തത് എന്താണെന്നറിയോ? എന്റെ മോളെ ആലോചിച്ചിട്ട് അവളെ എനിക്ക് ജീവിപ്പിക്കണം. അതിന് എന്റെ ജീവിതം ഹോമിക്കേണ്ടി വന്നാലും അതങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. എല്ലാം കൊണ്ടും കഷ്ടകാലാണ് സുജാതെ. ഒരു രീതി പറഞ്ഞ അടിമകള് തന്നെ. ജീവിക്കാനും കരയാനും അവകാശമില്ലാത്ത അടിമകള്. ഇനിയിപ്പോ അച്ഛനും മോനും എളുപ്പമാണ്. ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള ശേഷിയില്ല. ഒരു ചോദ്യവും അവര് സഹിക്കില്ല. சார், நீங்க எவ்வளவு சொன்னாலும் சரி, இந்த நிலைமையில உங்களை பார்க்க முடியாது சார். அம்மாவுக்கு இப்ப இந்த பூமியில உங்களோட தான் பிறப்பா இருக்கு சார். உங்களால இதெல்லாம் தாங்க முடியுமா சார்? எல்லாம் நிறுத்திடுங்க சார். இங்க வச்சு எல்லாமே സ്റ്റോപ്പ് பண்ணிடுங்க. ശരവണ, സുജാതയോട് എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരും. നിത്യയുടെ മുമ്പിൽ അന്തസ്സില്ലാത്തവനായിട്ട് എനിക്ക് നിൽക്കേണ്ടി വരും. രാമകൃഷ്ണേട്ടനും ഹരിയുമൊക്കെ ആക്ഷേപിക്കുന്നത് സങ്കടത്തോടെ കേട്ട് നിൽക്കേണ്ടിയും വരും. പക്ഷേ എനിക്കവനെ വിശ്വസിപ്പിച്ചേ പറ്റൂ. ഞാൻ അവന്റെ കൂടെ തന്നെയാണെന്ന് വിശ്വസിപ്പിക്കണം. இல்ல சார், உங்களால அது முடியாது. ஏதாவது ஒரு நாள் நீங்கள் கூட நிற்கிறது இந்த லட்சியத்துக்காக அவன் തിരിച്ചറിഞ്ഞാ അവൻ ഉങ്ങളെയും കൊന്നിടും. കണ്ടിപ്പാ കൊല്ലും സാർ. ഇല്ല ശരവണ, അവന്റെ വേരുകളെ ഞാൻ ചികഞ്ഞു തുടങ്ങി. ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി അധികം നാളുകൾ വേണ്ട. അത് കഴിഞ്ഞ് എന്റെ കുടുംബത്തെ ഞാൻ സ്വതന്ത്രമാക്കും. അവനെ ഞാൻ എന്നേക്കുമായി പൂട്ടുകയും ചെയ്യും.